ഇതിനെയാണ് ഞാൻ ഇന്നൊരു എന്താ പറയുക, ഒരു നമ്മളെ പൗച്ചില്ലേ, പൗച്ചൊക്കെ മാതിരി ആക്കിയെടുക്കാൻ പോകുന്നത്. എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അതിനു വേണ്ടി ആദ്യം ഇതെടുത്ത് ഇതിൻ്റെ മണ്ടയിലുള്ള ഈ ഒരു ഇതില്ലേ അത് നമുക്ക് ഊരിയെടുക്കാൻ സിമ്പിളാണ്. കാണിച്ചു തരാം. ഇത് ജസ്റ്റ് ഈ ഒരു ഇതില്ലേ ഈ ഒരു പോർഷനിൽ വലിച്ചാൽ മതി. എനിക്കിപ്പോൾ ഒറ്റ കൈ കൊണ്ടാവില്ല, അത് ഞാനൊന്ന് തുറക്കട്ടെ. കുറച്ചൊന്ന് ബലം പ്രയോഗിച്ച് കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ കിട്ടും. ആരും വായ കൊണ്ടൊന്നും കടിക്കാൻ നിൽക്കരുത് കേട്ടോ. അത് ഒന്നും വായ കൊണ്ട് കടിക്കാതിരിക്കുന്നതാണ് നല്ലത്. ഇല്ലെങ്കിൽ നമ്മൾ തൊണ്ടയിൽ കൂടി നമ്മൾ ചത്തുപോകും. ഞാൻ അത് കൈ കൊണ്ട് പിടിച്ച് വലിച്ചെടുത്തതാണ്. ഇത് ഇതിൻ്റെ ഉള്ളിൽ പൗഡർ കുറച്ചെടുത്തുള്ളി ഉണ്ടായിരുന്നു, അത് ഞാൻ പോക്കി കളഞ്ഞു. അതിന് ശേഷം ഞാൻ വെള്ളം ഒഴിച്ച് കഴുകി. ഇനി ഇതെങ്ങനെയാണ് പൗച്ചാക്കുന്നതെന്നല്ല കാണിച്ചു തരേണ്ടത്. ഇനി നമ്മൾ ഈ ഒരു ഭാഗത്ത് ഇത് സിമ്പിളാണ്. ഇനി ഈ ഒരു ഭാഗത്ത് നമുക്കൊരു പേപ്പർ വെച്ച് ഈ ഒരു ഡിസൈൻ തന്നെ മതി. ഇതൊരു രസമില്ല, ഇത് പൗഡറാണെന്ന് എല്ലാവർക്കും മനസ്സിലാവും. എങ്കിലും ഞാൻ കാണിച്ചു തരാം. ഇതിനു വേണ്ടി ആദ്യം തന്നെ ഇവിടെ ഒരു സംഭവം ചെയ്ത് ഒരു പേപ്പർ എടുത്തിട്ട് അവിടെ റോൾ ചെയ്ത് എടുത്തതിന് ശേഷം അവിടെ ഒരു ഡിസൈൻ കൊടുക്കാം. കാണിച്ചു തരാം. ഇത് ഇതേമാതിരി ഈ ഒരു ഭാഗത്ത് ഈ ഒരു അതിൻ്റെ അളവിന് പേപ്പർ മുറിച്ചെടുക്കുക. ഞാനിവിടെ പശ തേച്ചിട്ടുണ്ട്. ഇനി അതൊന്ന് ഒട്ടിക്കട്ടെ. ഇതുപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ അടിയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒട്ടിച്ചെടുക്കാം. ഞാൻ ഒട്ടിക്കുന്നില്ല. ഇനി നമുക്ക് ഇവിടെ വേണമെങ്കിൽ തുണി എങ്ങാനും നല്ല പ്രിൻ്റഡ് ആയിട്ടുള്ള തുണി ഉണ്ടെങ്കിൽ അത് ആക്കിയിട്ട് മുഴുവൻ ചുറ്റിയെടുക്കാം വേണമെങ്കിൽ. ഞാൻ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. ഞാനിപ്പോൾ സിമ്പിളായിട്ടാണ് ഉണ്ടാക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഈ പേപ്പർ അപ്പോൾ കുറച്ച് വൃത്തികേടായാലും നമുക്ക് വീണ്ടും എന്ത് ചെയ്യാം, ഇത് പറിച്ച് കഴിഞ്ഞിട്ട് വീണ്ടും വേറെ പേപ്പർ വെച്ചിട്ട് ഉണ്ടാക്കാം. അങ്ങനെയൊക്കെ ചെയ്യാം. അപ്പോൾ ഇത് ഇനി നമുക്ക് ഇവിടെ ചെയ്ത് ഒരു ഡിസൈൻ കൊടുക്കാം. ഓക്കെ, എൻ്റെത് റെഡി ആയിട്ടുണ്ട്. ഇത് സിമ്പിളായിട്ടൊരു ഡിസൈനാണ് ഞാൻ കൊടുത്തത്. ഇത് വേണമെങ്കിൽ ഞാൻ വേറെ ഡിസൈൻ കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ സിമ്പിളായിട്ട് ഡിസൈൻ കൊടുത്തു. നിങ്ങളുടെ അടുത്ത് കിറ്റീൻ്റെ ഫോട്ടോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വെച്ചിട്ട് സെറ്റ് ചെയ്യാം. അപ്പോൾ പൗച്ച് വാങ്ങാണ്ട് ഇങ്ങനത്തെ തട്ടിക്കിട്ടാൻ പരിപാടികൾ നമുക്ക് ചെയ്യാം. ഇതിൻ്റെ മുകളിൽ പിങ്ക് ഷെയ്ഡിൽ ഇങ്ങനെ വരച്ചിട്ടുണ്ട്. ഇത് പർപ്പിൾ ഷെയ്ഡിൽ വരാം. പിന്നെ മേലെ ഈ ഒരു ഡിസൈന്. ഇനി ഇതിൻ്റെ ഉള്ളിൽ എങ്ങനെയാണ് ഇടുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. അത് ഞാൻ ഇത് തുറന്നു. അതിന് ശേഷം ഇതിൻ്റെ ഉള്ളിൽ പിങ്ക്, ഇവിടെ ചെറിയ രീതിയിൽ പിങ്ക് വരം, മണ്ടയിൽ പിങ്ക് വരയൊക്കെ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്കിനി ആവശ്യമില്ല, അതുകൊണ്ട് ഇത് കളയാം നമുക്ക്. ഇപ്പം എൻ്റെ അടുത്ത് ഒറ്റ കൈയാണുള്ളൂ, അതുകൊണ്ട് ഞാൻ അങ്ങനെ തുറക്കുന്നത്. ഇനി നമുക്ക് ഇതൊക്കെ എടുത്ത് ഇതിൻ്റെ ഉള്ളിൽ വെക്കണം. ഇതെല്ലാം കളേഴ്സും അങ്ങനെയുള്ള അല്പത്തെ സാധനങ്ങളും ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ. ഇതൊക്കെ അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കട്ടെ. ഈ അൽക്കുലത്തെ സാധനങ്ങളൊക്കെ വെക്കേണ്ടടുത്ത് വെക്കാം. ഇതിവിടെ വെച്ചെടുത്തു. ഇനി ഇതിൻ്റെ ഉള്ളിൽ സാധനം എങ്ങനെയാണ് ഇടുന്നതല്ലേ, ഇതിൽ നിന്ന് ഞാൻ ഒരു പെൻസിലെടുത്തു, ഇതിലിട്ടു. ഇത്ര വലിയ പെൻസിലിൽ കൊള്ളല്ല, അതുകൊണ്ട് കുറച്ച് ചെറുതൊക്കെ ഇട്ട് കാണിച്ചു തരാം. ഇതിട്ടു. ഇനി എൻ്റെ പൗച്ചിൻ്റെ ഉള്ളിൽ കുറച്ച് സാധനങ്ങൾ ഇട്ട് കാണിച്ചു തരാം. സ്കെയിലൊക്കെ കൊള്ളു കേട്ടോ. ഒരു സ്കെയിലൊക്കെ പോകാനുള്ള അത്യാവശ്യം സ്പേസ് ഇതിനുണ്ട്. ഇതിലേക്ക് നമുക്ക് ഇറേസർ ഇടാം. പിന്നെ എന്താണ്, പെന്ന് കൊള്ളുമോ നോക്കാം ഗൈസ്. പെന്ന് കൊള്ളും. ഇനി നമുക്ക് വൈറ്റ്നർ കൊള്ളുമോ നോക്കാം. വൈറ്റ്നർ കൊള്ളും, പക്ഷേ അവിടെ റബ്ബർ ഉണ്ട്. കുറച്ച് സൈഡിലേക്ക് നോക്കിയിട്ട് ഓക്കെ സെറ്റ്. എൻ്റെ കുഞ്ഞ് പെൻസില് ഉണ്ട്, അതും കൊള്ളും. ഇത്രയും സാധനം ഇതിൻ്റെ ഉള്ളിൽ കൊള്ളും. പിന്നെ ഇത് എടുക്കുകയാണെങ്കിൽ ഇതേപോലെ കൈയിട്ടെടുക്കാം. പിന്നെ വേണ്ടത് ഇതേപോലെ ഇതിന് ചെരിഞ്ഞാലും കിട്ടും. കണ്ടോ, ഇത്രയേ ഉള്ളായിരുന്നു ഇതിൻ്റെ ഉള്ളിൽ. പിന്നെ ഉള്ള സ്കെയിലാണ്. സ്കെയിലിന് ഇത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതാണ് ഞാൻ ഉണ്ടാക്കിയ സാധനം. വേണ്ടവർക്ക് ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കാം.